ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിപി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കാൻ നല്ല ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. ജീരകവും ഗ്രീൻ പീസും ഉപയോഗിച്ച് ഒരു റൈസ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും കുട്ടികൾക്കൊക്കെ ടിഫിൻ്റെ കൂട്ടത്തിലൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന നല്ലൊരു ഈസി റൈസിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. റൈസ് തയ്യാറാക്കാനായിട്ട് ചൂടുകട്ടിയുള്ള വാവസ്ഥാരമുള്ള അടുക്കി പിടിക്കാത്ത ഒരു ചീനച്ചട്ടി പോലെയുള്ള ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ തയ്യാറാക്കുകയാണെങ്കിൽ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജീരകം ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 5 മുതൽ 7 സെക്കൻഡ് സമയം മതിയാവും. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേലാൻ ചെയ്താൽ മതിയാവും. ശേഷം ഗ്രീൻ പീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്കൊരു 50 ml കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരടപ്പ് വെച്ച് അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒന്ന് പറ്റി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കുക. 2 മിനിറ്റ് മതിയാവും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പൊന്നി റൈസ്, ജീരശാല റൈസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിരിയാണി റൈസ് വേണമെങ്കിൽ നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ റൈസ് തയ്യാറാക്കുമ്പോൾ റൈസ് കുക്ക് ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ റൈസ്, ഫ്രൈഡ് റൈസ്, എഗ് റൈസ് അങ്ങനെ 3 റെസിപ്പീസ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം. റൈസ് നല്ലപോലെ ഇട്ട് കൊടുത്ത് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കുക. നെയ്യിലാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. നല്ല ഒരു ടേസ്റ്റാണ്. മറ്റ് ഓയിലുകളിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഈ ഒരു അളവിൽ നമുക്ക് റൈസ് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 4 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അച്ചാറ്, പപ്പടം, സലാഡ്, മറ്റേതെങ്കിലും കറികളുടെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് റൈസ് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.